ുന്നതിനും തീരുമാനമായിട്ടുണ്ട്. ജനം, പാലക്കാട്. മുല്ലപ്പള്ളി പുറകോട്ട് പോയോ? മുല്ലപ്പള്ളി മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായ ഒരു പടയൊരുക്കമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ വടകരയിലെ വീടിൻ്റെ സമീപത്ത് മുല്ലപ്പള്ളിക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചു കോൺഗ്രസ്സുകാർ. എന്തൊക്കെ ലഭിച്ചു? കേന്ദ്രമന്ത്രിയായി, സംസ്ഥാന അധ്യക്ഷനായി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും അധികാര കൊതി ഉണ്ടോ? വയസ്സ് 80 കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹത്തെ വിമർശിച്ചത്, അസഭ്യം പറഞ്ഞത്, സൈബർ ആക്രമണം നടത്തിയത്. പക്ഷേ പുള്ളി പുറകോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. പേരാമ്പ്ര മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്ത് അവിടെ മത്സരിപ്പിക്കാനാണ് നീക്കം. അതുമാത്രമല്ല, മുല്ലപ്പള്ളിക്ക് പിന്തുണയുമായി DCC പ്രസിഡന്റും രംഗത്ത് വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. രമ്യയുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. രമ്യ, എങ്ങനെ വിലയിരുത്താം ഈ നീക്കം? ശ്യാംബാബു മുല്ലപ്പള്ളി പേരാമ്പ്രയിൽ മത്സരിച്ചേക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നൊരു സൂചന. അതായത് ഈ കൊയിലാണ്ടി അതുപോലെ തന്നെ നാദാപുരം മണ്ഡലങ്ങളിലായിരുന്നു ആദ്യഘട്ടത്തിൽ മുല്ലപ്പള്ളിയെ പരിഗണിച്ചിരുന്നത്. എന്നാൽ നാദാപുരം മണ്ഡലത്തിൽ ഉൾപ്പെടെ പരിഗണിച്ചപ്പോൾ വലിയൊരു പ്രതിഷേധമായിരുന്നു മുല്ലപ്പള്ളിക്കെതിരെ. വലിയ തോതിലുള്ള പോസ്റ്റർ ഉൾപ്പെടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ നാദാപുരത്ത് നിന്നും പേരാമ്പ്ര മണ്ഡലത്തിലേക്ക് മാറി മത്സരിക്കുമെന്നുള്ള സൂചന പുറത്തു വരുന്നത്. അതായത് ഈ ഉത്തര മലബാറിലെ സാമുദായിക സന്തുലനത്തിന് മുല്ലപ്പള്ളിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്നാണ് ഒരു നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പേരാമ്പ്രയിലേക്ക് കളം മാറ്റി ചവിട്ടി അവിടെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നുള്ളൊരു വിലയിരുത്തൽ ഉൾപ്പെടെ ഈ കോൺഗ്രസ് നേതാക്കൾ എത്തുന്നത്. അതായത് കഴിഞ്ഞ തവണ ലീഗ് ആയിരുന്നു ഇത്തരത്തിൽ പേരാമ്പ്ര സീറ്റിൽ ഉൾപ്പെടെ മത്സരിച്ചിരുന്നത്. അതിനാൽ തന്നെ ഈ പേരാമ്പ്ര സീറ്റ് ലീഗിൽ നിന്നും ഏറ്റെടുക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സൂചന. അതായത് ഈ പോസ്റ്റർ പുറത്തു വന്ന സാഹചര്യത്തിലും ഇന്ന് DCC പ്രസിഡന്റ് ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. മുല്ലപ്പള്ളിക്ക് വലിയൊരു അനുകൂലിച്ചുള്ള നടപടിയായിരുന്നു കോഴിക്കോട് DCC പ്രസിഡന്റ് ഉൾപ്പെടെ എടുത്തിരുന്നത്. അതായത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ മുല്ലപ്പള്ളിക്ക് ഉണ്ട് എന്ന തരത്തിലായിരുന്നു DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രതികരണം. മുല്ലപ്പള്ളി ഒരു പരിണിതപ്രജ്ഞനായ ഒരു നേതാവാണ്. മുല്ലപ്പള്ളിക്കെതിരെ പോസ്റ്റർ പതിച്ചവരാരും കോൺഗ്രസുകാരല്ല എന്ന രീതിയിലായിരുന്നു കോൺഗ്രസ് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രതികരണം. തീർച്ചയായും ഈ കോൺഗ്രസ്സുകാരല്ലെങ്കിൽ പിന്നെ മുല്ലപ്പള്ളി മത്സരിക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ BJPക്കാർക്കോ CPMകാർക്കോ വലിയ പരാതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കോൺഗ്രസ്സുകാരല്ല ഈ പോസ്റ്ററൊക്കെ ഒട്ടിച്ചത് എന്ന പരാമർശം നടത്തിക്കൊണ്ടാണ് മുല്ലപ്പള്ളിക്ക് ഒരു പിന്തുണ പ്രവീൺ DCC അധ്യക്ഷൻ തുറന്ന് തന്നെ അറിയിച്ചത്. ഇനി കൊല്ലത്തേക്ക് പോവുകയാണ്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊല്ലത്തെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1/4 നൂറ്റാണ്ടായി ഭരണമുണ്ടായിരുന്ന കോർപ്പറേഷൻ അതുപോയി. ജില്ലയിലെ ശക്തി കേന്ദ്രങ്ങളിലടക്കമുള്ള തോൽവികൾ പരിശോധിക്കുമ്പോൾ CPM ജില്ലാ കമ്മിറ്റിയിലടക്കം വ്യക്തിഹത്യയും തർക്കങ്ങളും കൊണ്ട് സമ്പന്നമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുമെന്ന ആശങ്കയോടെയാണ് ജില്ലയിലെ ഇടതുമുന്നണി തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കൊല്ലത്തെ ഇടതുമുന്നണിക്കുണ്ടായ ക്ഷീണം ചെറുതല്ല. CPM മുന്നോട്ട് വച്ച മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികൾക്ക് ദയനീയ തോൽവി. CPIയുടെ മുൻ മേയർ ഹണി ബെഞ്ചമിനും തോറ്റു. ജില്ലയിലെ സമുന്നതരായ നേതാക്കളുടെ തോൽവി മുന്നണിയെ